ഗൈസ്. ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് ഷിവുവിന്റെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ടുവിന്റെ കൈച്ചേൻ മാറണം. അപ്പൊ കമ്മല് മാറിയത്. അപ്പൊ ഷിവുവിന്റെ കമ്മല് മാറാൻ പോവാണ്. അതിന്റെ ശങ്കിരി കൊണ്ട് കളഞ്ഞു റിങ് ആക്കാൻ പോവാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ നല്ല കമ്മലുണ്ടെങ്കിൽ അതെടുക്കും. അപ്പൊ AJ ഗോൾഡിലേക്കാണ് പോണത് കേട്ടാ. പിന്നെ കുട്ടുവിന്റെ കൈച്ചേനൊന്ന് മാറണം. അമ്മയുണ്ട്, പിന്നെ കുട്ടുമുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുണ്ടൂർ ഒരു കടയിൽ കയറണം. നമ്മളന്ന് പോയില്ലേ റിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിന്ന് ബ്ലോക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മരത്തിൻ്റെ ചില്ലെന്തോ വീണിട്ട് എന്താ പറയുക കടക്കാൻ പറ്റാണ്ട് നിൽക്കണം. അപ്പോൾ ഒരു ചില്ല വെട്ടി മുറിച്ചുകൊണ്ട് മാറ്റണം, അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിലേക്ക് വീഴുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കുട്ടുവിനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ വന്ന സെയിം ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞാൻ എന്താ ചാവി അങ്ങോട്ട് എടുത്തു. ഇടയ്ക്ക് ഞാൻ ചാവി എടുക്കാൻ മറക്കും. ഈ കാണുന്നതാണ് നമ്മുടെ മുണ്ടൂർ പള്ളിയിട്ടാ പെരുന്നാളെന്ന് പറയാൻ വരാം ഞാൻ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. അപ്പോൾ കുറച്ച് റിങ്ങും അമ്മയ്ക്ക് കുറച്ച് റിങ്, അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുൻപ് കയറിയിട്ടുണ്ടായിരുന്ന ഒരു കടയായിരുന്നു കേട്ടോ. നല്ല കടയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക. തൃശ്ശൂരുള്ളവർക്കൊക്കെ പെരാമംഗലം മുണ്ടൂർ ആ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും മേടിക്കും. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കയറി നോക്കിയപ്പോൾ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് തന്നെയാണ് വരാറുള്ളത്. അങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വെളിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഷോപ്പാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് കടയിലൊക്കെ കയറി അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ശിവനെയും കൊണ്ട് പോകുമ്പോൾ പിന്നെ അറിയാമല്ലോ, അവൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവൾക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ നമ്മളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഓരോ എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് കണ്ടു. പിന്നെ നമ്മൾ എന്താ പറയുക വിചാരിച്ചു വിജിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണമല്ലേ, അപ്പോൾ കുഞ്ഞൊരു ഗിഫ്റ്റാണ് കേട്ടോ. അത്ര വലിയ ഗിഫ്റ്റൊന്നുമല്ല, ഒരു കുട്ടി ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണിത്. കാരണം അവൾ തയ്ക്കുന്നൊരു കുട്ടിയാണല്ലോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു എന്താ തയ്യൽ മെഷീൻ മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ച് പ്ലാൻ ചെയ്തു. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളിത് കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഒരു കുട്ടി ഗിഫ്റ്റ് ഇതുപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്തു. പിന്നെ അടുത്തത് കണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് 2 ബേർഡ്സ് ഇരിക്കുന്നൊരു സംഭവം. അപ്പോൾ അത് കണ്ടപ്പോൾ ശിവന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞങ്ങളപ്പോൾ വാങ്ങിയില്ല കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ജ്വല്ലറിയിൽ എത്തണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇത് വാങ്ങാൻ നിന്നില്ല. പക്ഷേ കുട്ടുവിനൊരു വിഷമം. അവൾ എന്താ പറയുക വാശി പിടിച്ച് ആഗ്രഹിച്ചതാണല്ലോ, വാങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് അവന് വേറെ കാര്യത്തിന് പുറത്തേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തേട്ടാ. അപ്പോൾ ശിവന് ഭയങ്കര സർപ്രൈസായി, ഭയങ്കര സന്തോഷമായി അവൾക്ക്. അങ്ങനെ നമ്മൾ ഇതൊക്കെ 1 രൂപയ്ക്കുള്ള കമ്മലുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ 1 രൂപയുടെ കമ്മലാണ്. അങ്ങനെ ഞങ്ങൾ 2 കമ്മലാണ് എടുത്തത്. എനിക്ക് അമ്മയ്ക്ക് ഒരേപോലത്തെ കമ്മലാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നത് കാരണം കൊണ്ട് മുഴുവനായിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ വിജിക്കുള്ള ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മുണ്ടൂരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് കയ്യിൽ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നിനക്ക് ജ്യൂസ് തരാം, ജ്യൂസ് മേടിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് AJ ഗോൾഡിലേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോഴും അങ്ങോട്ട് തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ AJ ഗോൾഡ് പോയിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവുവിൻ്റെ കമ്മലൊന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ കുട്ടുവിൻ്റെ കൈ ചെയിൻ ഒന്ന് സെറ്റാക്കണം. അതിനാണ് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്.
ജ്വല്ലറിയിൽ നിന്ന് എല്ലാവർക്കും കല്യാണമൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാവർക്കും കല്യാണ കാർഡ് കൊടുക്കണ്ട, ഇവിടെ വരണം മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ കുട്ടുവിന്റെ കൈച്ചേ മാറ്റിയെടുത്തു. പിന്നെ ശിവുവിന്റെ കമ്മലിന് മറ്റേ പിരി കിട്ടി. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ ക്ഷണിച്ചു. നമ്മളിത് നല്ല മഴയൊക്കെ കൊണ്ട് കാറിലൊക്കെ കയറി നമ്മൾ നേരെ പോവാണ് വീട്ടിലേക്ക് കേട്ടോ. ഞങ്ങളങ്ങനെ അമ്മയ്ക്കൊരു ലെഗിൻസ് മേടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറി. പക്ഷേ നല്ല മഴയാണ് കേട്ടോ, നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ മഴയാണ്. അപ്പോൾ നമ്മളങ്ങനെ ലെഗിൻസൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ വീണ്ടും കാറിലേക്ക് കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. വീട്ടിലെത്താറായിട്ട്. അപ്പോൾ നല്ല മഴയാണ്, മഴയത്ത് എളുപ്പമല്ല വണ്ടി ഓടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലെത്താറായി. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് ഒരു പലചരക്ക് കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ നേരെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിലേക്ക് കയറി വിജിതയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു വിജീനെ വ്ളോഗിൽ കാണാറില്ലല്ലോ എന്നൊക്കെ, വിജീനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളാണ് ഞാൻ കൂടെ ആയിട്ടാണ് നിൽക്കുന്നത്. ശിവു ഇവിടെ അമ്മയുണ്ട്. എന്തെങ്കിലും തരാണ്ടെങ്കിൽ അമ്മ ഇവിടെ വിളിച്ചല്ലടി, വിളിച്ചില്ല. കറണ്ട് പോയിരിക്കുമ്പോ നമ്മൾ ഇൻവേർട്ടറിലാണ്. ചെറിയ ഗിഫ്റ്റ് ആട്ടാ, വലിയ ഗിഫ്റ്റ് ഒന്നല്ല, കുഞ്ഞേ ഗിഫ്റ്റ്. കുട്ടിയുടെ കുട്ടികളുണ്ട്. തയ്യൽ മെഷീൻ്റെ ഒരു ടൂൾ മേടിച്ചതാ. മ്യൂസിക് അതെങ്ങനെ ഇതിങ്ങനെ നല്ല വരച്ച് അടിപൊളിയുണ്ട്. സൂപ്പറുണ്ട്. ഇഷ്ടമായ